പോലീസിന്റെ വാഹനം കടന്നുപോകാൻ അനുവദിക്കില്ല എന്നായിരുന്നു ആശമാർ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ മൈക്കും സ്പീക്കറും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് തിരികെ വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇപ്പോൾ ഇതാ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതൊക്കെ പറയൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? അമൃത, ഇവിടെ വളരെ സംഘർഷഭരിതമായിട്ടൊരു അവസ്ഥയാണ്. ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അതിന് മുന്നിൽ ആശാവർക്കന്മാർക്ക് ഇരിക്കുകയും അവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് പോലീസുകാർ ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പോലീസിന് യാതൊരു കാരണവശാലും ഇവിടെ നിന്ന് കടത്തി വിടില്ല എന്നാണ് ആശാവർക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് അവർ റോഡിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇവരിൽ നിന്ന് ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് ആശാവർക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. ചേച്ചി, പോലീസ് കാണിക്കുന്ന ഈ അതിക്രമം ഇവരെ കൊന്നാലും ഇവിടെ നിന്ന് മാറില്ല എന്ന്, അതായത് ഇവർക്ക് നീതി കിട്ടുന്നവരെ ഇവർ തുടരുമെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. പോലീസ് ജീപ്പിനെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് കടത്തിവിടില്ല. കാരണം ഇവിടെ ആശാവർക്കന്മാര് ഒരു വലിയ മനുഷ്യ മതിൽ പോലെ നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാണമില്ലേ പോലീസ് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ വരെ ഇവിടെ ആശാവർക്കന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാറുകയില്ല. ഇത്രയും സംഘർഷഭരിതമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് പോലീസുകാർ തന്നെയാണ്. പോലീസാണ് സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ട്രെയിഞ്ചർ, അത് മൈക്ക് ഞങ്ങൾ 5 മണിക്കൂറായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് പിടിച്ചു വാങ്ങിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സാധനം. അമൃത, ഈ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയത് പോലീസ് തന്നെയാണെന്നാണ് ഇവിടെയുള്ള ഓരോ ആശാവർക്കർമാരും നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ പോലീസിനെ തടഞ്ഞു വയ്ക്കുകയും ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പോലീസിനെ കടക്കാൻ പറ്റാത്ത രീതിയിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇവിടെ ആശാവർക്കർമാർ. ഇതാ ഇപ്പോൾ വോളണ്ടിയർ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 8 മാസമായിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ അമ്മമാർക്ക് എന്തുകൊണ്ടാണ് നീ കൊടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് തന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളിവിടെ സമരം ചെയ്തു. സമരമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങളെ പ്രകോപിതരാക്കിയത് പിണറായി പോലീസ് തന്നെയാണ്. ഉണ്ടാക്കിയ പൈസ ഞങ്ങളുടെ മൈക്കാണ് പോലീസ്